നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാതൃഭൂമി ന്യൂസ് ചാനലിലെ അഭിലാഷ് മോഹനുമായിട്ട് നടത്തിയ സംസാരത്തിനിടയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ഒരു പരാമർശം കേരള രാഷ്ട്രീയത്തിലും പൊതുമണ്ഡലത്തിലും വലിയ ചർച്ചാ വിഷയമായി, വിവാദ വിഷയമായി എന്ന് പറയുന്നതാണ് കൂട്ടിൽശ്ശേരി. സത്യത്തിൽ അതിൽ വിവാദം ഉണ്ടാക്കാൻ പാതിനൊന്നുമില്ല, എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി RSSുമായിട്ട് സഹകരിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഹകരിച്ചു, അതൊക്കെ ആവശ്യമായിട്ട് വരും എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. പിന്നീട് ആളുകൾ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും, വിശദീകരിക്കും, വിശകലനം ചെയ്യുകയൊക്കെ ചെയ്ത് RSSുമായിട്ടല്ല ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചത് എന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനത്തിലേക്ക് പോയി. ഇത് പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് അറിയില്ല, RSSുമായിട്ട് അല്ലെങ്കിൽ ജനസംഘവുമായിട്ട് സഹകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ വളരെ കുറവാണ്, അപൂർവത്തിൽ അത്യപൂർവമാണ്. ഇത് ഒന്നുകിൽ അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ അത് പറയാത്തതാണ്, അല്ലെങ്കിൽ മൂടി വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ RSS ബാന്ധവത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിലേക്കാണ് ഇവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നാവായിട്ടോ വാലായിട്ടോ പറയുന്നതല്ല, വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ്, വിശകലനം പോലുമല്ല. ഈ ജനസംഘം എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന 1951 കാലത്താണ്. ഹിന്ദു മഹാസഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ശ്യാമപ്രസാദ് മുഖർജി, അദ്ദേഹം RSSൻ്റെ പിന്തുണയോട് സഹകരണത്തോട് കൂടിയിട്ട് ഭാരതീയ ജനസംഘം എന്നൊരു പാർട്ടി ഉണ്ടാക്കും. അന്ന് അത് വടക്കേ ഇന്ത്യയിലെ ചില പോക്കറ്റുകളിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അവരുടെ ചിഹ്നം ദീപം ആയിരുന്നു. മുഖർജി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. പിന്നീട് മറ്റു പല നേതാക്കന്മാരൊക്കെ വന്നു. പിന്നീട് ദീൻ ദയാൽ ഉപാധ്യായ വന്നതിന് ശേഷമാണ് പാർട്ടിക്ക് ഒരു ശക്തി കിട്ടിയത്. പിന്നീട് വാജ്പേയി, നമുക്കറിയാവുന്ന പോലെ LK അദ്വാനി, ഇവരൊക്കെയായിരുന്നു. 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജനസംഘം പിരിച്ചുവിട്ടത്. ഇവർ ഔപചാരികമായിട്ട് ജനതാ പാർട്ടിയിൽ ലയിച്ചത്. അതൊക്കെ വലിയ കഥയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് 1957 ശേഷം കേരളത്തിൽ ഈ ജനസംഘത്തിൻ്റെ ഒരു തിരപ്പുറപ്പാടുണ്ടാകുന്നത് 59 വിമോചന സമരകാലത്താണ്. വിമോചന സമര സമയത്ത് അന്ന് ജനസംഘം കേരളത്തിൽ വളരെ ദുർബലമായ ഒരു ശക്തിയാണ്. RSSും അതുപോലെ തന്നെയാണ്. RSSന് കുറച്ച് പ്രവർത്തകരൊക്കെ ഉണ്ട്, അധികം മലബാർ ഏരിയയിലാണ്, തിരുവിതാംകൂർ ഭാഗത്ത് അങ്ങനെ ഇല്ല. ഈ വിമോചന സമരം നടക്കുന്ന സമയത്ത് ഇവർ കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും തുല്യ നിലയിൽ എതിർപ്പുള്ളവരാണ് ജനസംഘക്കാർ. കൂടുതൽ എതിർപ്പ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനോടാണെങ്കിലും സൈദ്ധാന്തികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരോടാണ്. അതുകൊണ്ട് തന്നെ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ വന്ന്, അടൽ ബിഹാരി വാജ്പേയി അടക്കം കേരളത്തിൽ വന്ന് വിമോചന സമരത്തിന് ഉന്മേഷം പകരുകയും അവരുടെ സന്നദ്ധ സമരഭടന്മാർ അവർ മറ്റവരുമായിട്ട് ചേർന്നിട്ടല്ല, ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് വിമോചന സമരത്തിൽ പങ്കെടുപ്പിച്ചു. വിമോചന സമരം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മലബാർ ഭാഗത്ത് ജനസംഘത്തിൻ്റെ 3 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. 3 പേരും ജാമ്യസംഖ്യ ഖജനാവിലേക്ക് മുതൽ കൂട്ടി. ബാക്കി മണ്ഡലങ്ങളിലെ ഈ വോട്ട് എങ്ങോട്ട് പോയി എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടിത്തിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കോൺഗ്രസിനേക്കാളും കമ്മ്യൂണിസ്റ്റുകാരോടായിരുന്നു ഏത് കാലത്തും ജനസംഘത്തിനും RSSനും എതിർപ്പ്. പിന്നെ 62 ചൈനയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ എതിർപ്പ്, വെറുപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷം വർദ്ധിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം കമ്മ്യൂണിസ്റ്റുകാർ വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, നേരെ മറിച്ച് ചൈനയുടെ ഏജൻറ്റുമാരാണ്, 5ാം പതികളാണ് എന്ന പ്രചരണം കൂടി ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് 1967 തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രതിപക്ഷത്താണ്. ബീഹാറിലും അതുപോലെ പഞ്ചാബിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലൊക്കെ സംയുക്ത വിധായക് ദൾ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കി, പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു അലയൻസ് ഉണ്ടാക്കി. അതിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ ഒരുമിച്ച് ചേർന്ന് മത്സരിച്ച സംഭവങ്ങളുണ്ടായി. ബീഹാറിലും മറ്റുമൊക്കെ ജനസംഘം മന്ത്രിസഭയിൽ അംഗത്വം നേടി. അതേ മന്ത്രിസഭയിൽ CPIയുടെയും മറ്റുമൊക്കെ മന്ത്രിമാരും ഉണ്ട്. അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് പറയേണ്ടതില്ല. പക്ഷേ നമ്മൾ കേരളത്തിൽ ഒതുങ്ങി നിന്നിട്ട് പറയാനാണ് താല്പര്യപ്പെടുന്നത്. കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം 1970 തെരഞ്ഞെടുപ്പാണ്. 71 തെരഞ്ഞെടുപ്പ്. 71 ജനസംഘവും സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെ ഗ്രാൻഡ് അലയൻസിലാണ്. മഹാസഖ്യം, സ്വതന്ത്ര പാർട്ടിയുണ്ട്. ഇവരൊക്കെ മഹാസഖ്യം രൂപീകരിച്ച് ഇന്ദിരാഗാന്ധിയെ എതിർക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി മഹാസഖ്യത്തിലില്ല, മഹാസഖ്യത്തിന് ഭയങ്കര എതിരാണ്, കോൺഗ്രസിനോട് എതിരാണ്, മഹാസഖ്യത്തോട് എതിരാണ്. ആ മഹാസഖ്യം ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് ജനസംഘം 3 സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്.
ശരിക്കും 4 സീറ്റാണ് ജനസംഘത്തിന് അനുവദിച്ചിരുന്നത്. അതിലൊരു സീറ്റ് പാലക്കാടാണ്. പാലക്കാട്ട് മത്സരിക്കുന്നത് സഖാവ് AKG ആണ്, മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട്. അവിടെ കോൺഗ്രസിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയില്ല. ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് ദേവകി അമ്മയാണ്. ദേവകി അമ്മ പിന്നീട് ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. ആ ദേവകി അമ്മയുടെ പേരാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ദേവകി അമ്മ പിന്മാറും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയില്ല, ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയില്ല, ഗ്രാൻഡ് അലയൻസിന് വേറെ സ്ഥാനാർത്ഥിയില്ല. അവിടെ RSSകാരോട് വളരെ താല്പര്യമുള്ള, അല്ലെ RSSകാർക്ക് വളരെ താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വരും. അദ്ദേഹത്തിൻ്റെ പേര് TC ഗോവിന്ദൻ എന്നാണ്. ഇദ്ദേഹം ഏതോ കോളേജിൽ പ്രൊഫസറോ മറ്റോ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന TC രാഘവൻ്റെ സഹോദരനാണ് ഈ ഗോവിന്ദനെ ജനസംഘവും സംഘടനാ കോൺഗ്രസും സ്വതന്ത്ര പാർട്ടിയും അടങ്ങുന്ന മഹാസഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസും പിന്തുണക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു. മത്സരമൊക്കെ ഗംഭീരമായി. പക്ഷേ AKG തന്നെ ജയിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രവും അവിടെ ഉണ്ട് 71-ലെ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വല്ലാതെ മാറും. ഇന്ദിരാഗാന്ധിയുടെ അധികാരം നാൾക്ക് നാൾ വർദ്ധിക്കും. പ്രതിപക്ഷ പാർട്ടികളുടെ കാര്യം വലിയ കുഴപ്പത്തിലാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 74 കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെ പ്രസ്ഥാനം ആരംഭിക്കുന്നത് JP മൂവ്മെൻറ്റ്. JPയുടെ സമ്പൂർണ്ണ വിപ്ലവത്തിനുള്ള ആഹ്വാനവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. രാജ്യത്ത് പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകും. റെയിൽവേ സമരം, അതുപോലെ സമസ്തിപൂർ ബോംബ് സ്ഫോടനം, ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, പണിമുടക്കുകൾ, മൊത്തം പ്രശ്നങ്ങളാണ്. ആ സമയത്താണ് JP പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പോകുന്നു. ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഈ സമരത്തോട് പുറംതിരിഞ്ഞ് നിന്ന 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. CPI ശക്തമായിട്ട് എതിർത്തു. CPI പറഞ്ഞ് ഈ ജയപ്രകാശ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ വലതുപക്ഷ ശക്തികളുടെ ഒരു ഏജൻ്റാണ്. സ്വതന്ത്ര പാർട്ടി അല്ലെങ്കിൽ ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തിദൾ, അവൻ്റെ തന്നെ പിൽക്കാലത്ത് രൂപമായിട്ടുള്ള ഭാരതീയ ലോക്ദൾ, ഇതൊക്കെ തനി കുലാക്കുകളുടെ പാർട്ടിയാണ്. പിന്നെ സാക്ഷാൽ ജനസംഘം, ഇവരൊക്കെ ചേർന്നിട്ടുള്ള വലിയ ഒരു വലതുപക്ഷ അജണ്ടയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ജയപ്രകാശിനെ അതിൻ്റെ മുമ്പിൽ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ പോകും. CPM അതുപോലെ തന്നെ സൈദ്ധാന്തികമായിട്ടും താത്വികമായിട്ടും ഇവരോട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത പാർട്ടിയാണ്. CPM അതിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പോൾ 75 മാർച്ച് മാസത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയൊരു റാലി നടക്കുന്നുണ്ട് JPയുടെ നേതൃത്വത്തിൽ. അത് ബോട്ട് ക്ലബ്ബിലേക്കാണ്, ബോട്ട് ക്ലബ്ബ് മൈതാനത്തേക്ക്. ആ സമരത്തിൽ, ആ റാലിയിൽ CPM പങ്കെടുക്കുന്നില്ല. അപ്പോൾ JP CPMകാരോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വിട്ടു നിൽക്കുന്നു? നിങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല എന്ന് ചോദിച്ചു. അതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 75 മെയ് മാസത്തിൽ സാക്ഷാൽ ജയപ്രകാശ് നാരായണൻ കേരളം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം 3 ദിവസം കേരളത്തിലുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് ഈ സംഘടനാ കോൺഗ്രസ്സുകാർ, നമ്മുടെ അടുത്ത കാലത്ത് മരിച്ചുപോയ K ശങ്കരനാരായണനും മറ്റുമൊക്കെയാണ്. പിന്നെ ജനസംഘക്കാർ, പിന്നെ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ, ഇവരൊക്കെ JPയുടെ ആരാധകരായിട്ട് മാറി. ജയപ്രകാശിന് മാത്രമേ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. അതിൻ്റെ പുറകെയാണ് 75 ജൂൺ 12-ാം തീയതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുന്നു. ഇന്ദിരാഗാന്ധി രാജിവെക്കാൻ കൂട്ടാക്കുന്നില്ല. ഇന്ദിരാഗാന്ധി ഉടനെ രാജിവെക്കണം എന്ന് ജയപ്രകാശ് ആവശ്യപ്പെടുന്നു, മൊറാർജി ആവശ്യപ്പെടുന്നു, വാജ്പേയി ആവശ്യപ്പെടുന്നു, EMS ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് ഇവർ JPയുമായിട്ട് സഹകരിച്ചിട്ടാണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാം എന്ന ഒരു നിലപാടിലേക്ക് പോയത്. അപ്പോൾ CPMന് അതിൻ്റെ തൊട്ട് പുറകെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നു, വാജ്പേയി, എല്ലാവരും അറസ്റ്റാവും. ഫെർണാണ്ടസിനെയാണ് കുറച്ച് പിടിക്കാൻ വൈകിയത്. പക്ഷേ പിന്നീട് എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്തു. CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അവർ JP മൂവ്മെൻറ്റിൽ ഇല്ലെങ്കിൽ പോലും ഈ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ഘട്ടത്തിലാണ് RSS അടങ്ങുന്ന JP മൂവ്മെൻറ്റുമായിട്ട് സഹകരിക്കാം, എങ്ങനെയും ഇന്ദിരാഗാന്ധിയെ പുറത്താക്കണം എന്ന നിലപാടിലേക്ക് CPM പോകുന്നു. അപ്പോൾ അന്ന് CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് സുന്ദരയ്യാണ്, P സുന്ദരയ്യ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിനെതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈൻ എന്ന് പറഞ്ഞത് വിപ്ലവത്തിൻ്റെ പാതയിൽ ഒരിക്കലും നമുക്ക് വലതുപക്ഷക്കാരുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് സ്വതന്ത്ര പാർട്ടിയോ അല്ലെങ്കിൽ ഭാരതീയ ലോക്ദളോ അതുമല്ലെങ്കിൽ ജനസംഘവുമായിട്ടോ പരമപിന്തിരിപ്പന്മാരായിട്ടുള്ള സംഘടനാ കോൺഗ്രസ്സുകാരായിട്ടോ സഹകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. ഈ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് 77 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് സഖാവ് AKG മരിക്കുന്നത്. AKG മരിച്ച അദ്ദേഹത്തിൻ്റെ ബോഡി
നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു KSRTC ബസ്സിൽ ആണ് പെരളശ്ശേരിക്ക് കൊണ്ടുപോകുന്നത്, കണ്ണൂർ ജില്ലയിൽ. അവിടെ കൊണ്ടുപോയാണ് ദഹിപ്പിക്കുന്നത്. അന്ന് AKGയുടെ ബോഡി കാണാനായിട്ട് സുന്ദരയ്യ വന്നില്ല എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ക്ഷത എത്ര ഭയങ്കരമാണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. AKGയുടെ ബോഡി കാണാൻ സുന്ദരയ്യ വന്നില്ല. സുന്ദരയ്യ പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ച് സലാം പറഞ്ഞു പോയി. അപ്പോൾ അന്നും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും 77 തെരഞ്ഞെടുപ്പിൽ 77 ജനുവരി മാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മാർച്ച് 19, 20 ആ ദിവസങ്ങളിലൊക്കെയാണ്. തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിച്ച് CPM മത്സരിക്കും. രാജ്യവ്യാപകമായി, കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും, എല്ലാ സ്ഥലത്തും. പശ്ചിമ ബംഗാളിൽ പകുതിക്ക് പകുതി സീറ്റ് കൊടുക്കും ജനതാ പാർട്ടിക്ക്. ഇപ്പോൾ ജനതാ പാർട്ടിയിൽ ഇവർ മാത്രമല്ല, സംഘടനാ കോൺഗ്രസ് ഉണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, പിന്നെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന ആളുകളുണ്ട്, ചന്ദ്രശേഖർ, മോഹൻ ദാരിയ പോലെ. പിന്നെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ് ജഗജീവൻ റാമിൻ്റെ പാർട്ടിയുണ്ട്, ജനസംഘമുണ്ട്, പഴയ സ്വതന്ത്ര പാർട്ടിക്കാരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന ഒരു അവിയൽ സാധനമാണ് ഈ ജനതാ പാർട്ടി. ജനതാ പാർട്ടിക്ക് അന്ന് പേര് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതിന് ഒരു ചിഹ്നത്തിൽ ഒരു കൊടിയിൽ മത്സരിക്കണം എന്ന JPയുടെ നിർബന്ധത്തെ തുടർന്നാണ്. ജനതാ പാർട്ടി അത് രജിസ്റ്റേർഡ് പാർട്ടിയല്ല. അതുകൊണ്ട് ഇവർ ഭാരതീയ ലോക്ദളിൻ്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. കലപ്പയന്തിയ കർഷകനും ഇവരുടെ കുങ്കുമ ഹരിത പതാകയുമായിട്ടാണ് മത്സരിക്കുന്നത്. കാരണം ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ചിഹ്നം മേടിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പഴയ ഡൈജസ്റ്റുകളൊക്കെ നോക്കിയാൽ ഈ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ഭാരതീയ ലോക്ദൾ BLD എന്നായിരിക്കും കാണുക ഈ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ പേര്. കേരളത്തിൽ ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് K. ചന്ദ്രശേഖരനാണ്. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും മുൻ മന്ത്രിയുമായിരുന്ന K. ചന്ദ്രശേഖരനാണ്, സോഷ്യലിസ്റ്റ് നേതാവാണ്. അദ്ദേഹമാണ് സംസ്ഥാന പ്രസിഡന്റ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ O. രാജഗോപാലായിരുന്നു ജനസംഘത്തിൻ്റെ. സംസ്ഥാന ട്രഷറർ PN സുകുമാരൻ നായരായിരുന്നു ജനസംഘത്തിൻ്റെ. ഇവരെ ഏതാണ്ട് 19 സീറ്റിലോ മറ്റോ മത്സരിക്കുന്നുണ്ട് കേരള നിയമസഭയിലേക്ക്. അതിൽ 3 സീറ്റിൽ മത്സരിച്ചത് ജനസംഘക്കാരായിരുന്നു. ഒരാൾ ഉദുമയിൽ മത്സരിച്ച KG മാരാരായിരുന്നു. മറ്റേത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ, അത് പട്ടികവർഗ സംവരണ സീറ്റായിരുന്ന സുൽത്താൻ ബത്തേരിയിൽ ജനസംഘക്കാരനായ നെടിയഞ്ചേരി വാസുവാണ് മത്സരിച്ചത്. അതുപോലെ പട്ടികജാതി സംവരണ സീറ്റായിരുന്ന വണ്ടൂരിൽ ജനസംഘത്തിൻ്റെ കുട്ടപ്പനാണ് മത്സരിച്ചത്. ഈ 3 സ്ഥാനാർത്ഥികൾ തോറ്റുപോയി, അത് വേറെ കാര്യം. അതേ തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ചത്. അതുപോലെ പാട്ടി ഗോപാലൻ തലശ്ശേരിയിൽ മത്സരിച്ച്. ഇവരൊക്കെ ജയിച്ചത് RSSകാരുടെ കൂടി വോട്ടുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ വീട് അന്ന് വടക്കേക്കര മണ്ഡലത്തിലാണ്, ഇപ്പോൾ ആ മണ്ഡലമില്ല. വടക്കേക്കരയിലെ CPM സ്ഥാനാർത്ഥി TK അബ്ദു ആയിരുന്നു. TK അബ്ദുവിൻ്റെ പ്രചരണത്തിന് വേണ്ടി വളരെ ആവേശത്തോടെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയത് സ്ഥലത്തെ RSSകാരാണ്. അവിടെ കുറച്ച് RSSകാരുള്ള സ്ഥലമാണ്. അപ്പോൾ RSSൻ്റെ സജീവമായ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദേശം കവരൊക്കെ വലിയൊരു മരം നിന്നിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ ഒരേ കൊടി മരത്തിൻ്റെ മുകളിലാണ് വലിയ ഒരു അടക്കാമര ഒറ്റ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ജനതാ പാർട്ടിയുടെ കൊടിയും തൊട്ട് താഴെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പറപ്പിച്ചു. ആ കൊടി കെട്ടിയത് RSSകാരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെയായിരുന്നു. അതുപോലെ ഈ മുന്നണിയിൽ തന്നെ അഖിലേന്ത്യാ ലീഗുണ്ട്. നമ്മുടെ ET മുഹമ്മദ് ബഷീറൊക്കെ അന്ന് അഖിലേന്ത്യാ ലീഗിലാണ്. അവരൊക്കെ ഈ RSSൻ്റെ സഹകാരികളായിരുന്നു. മാത്രമല്ല യൂണിയൻ ലീഗുകാർ, പ്രത്യേകിച്ച് CH മുഹമ്മദ് കോയ ഈ RSSുമായിട്ട് കൂട്ടുചേർന്നതിന് അഖിലേന്ത്യാ ലീഗുകാരെയും അതുപോലെ മാർക്സിസ്റ്റുകാരെയൊക്കെ പറയാൻ ഇനി ഒരു ചീത്ത ബാക്കിയുണ്ടായിരുന്നില്ല. പരിഹസിച്ച് തൊലി പൊളിച്ചു. ചാന്ദ്രിക പത്രത്തിൽ വന്ന ഒരു കാർട്ടൂൺ EMS നമ്പൂരിപ്പാട് ഈ അഖിലേന്ത്യാ ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ട്, അതായത് നമ്മുടെ ബാവ ഹാജി മുതലായ ആൾക്കാരെ കൊണ്ട് പന്നിയിറച്ചി തീരുന്നായിരുന്നു. ഹറാമില്ല ഹറാമാണ് എന്ന് പറഞ്ഞ് ഈ പന്നിയിറച്ചിയുടെ സ്ഥാനത്ത് വരച്ചിരുന്ന RSSൻ്റെ ആയിട്ട് സഹകരിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ്. അതിൻ്റെ പേരിലാണ് CHൻ്റെ തെരഞ്ഞെടുപ്പ് വരെ പിന്നീട് റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. യൂണിയൻ ലീഗുകാരന്ന് അഖിലേന്ത്യാ ലീഗിനെയും മാർക്സിസ്റ്റ് പാർട്ടിയും കുറ്റപ്പെടുത്തിയത്, പരിഹസിച്ചത് ഇവർ RSSുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും അന്ന് ഈ മുന്നണിയെ സഹായിച്ചു. കാരണം അവരെ സംബന്ധിച്ചുള്ള അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു പൊതുശത്രുവിനെതിരെ ഇവരെല്ലാവരും യോജിച്ചു നിന്നു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം
77-78 ആയപ്പോഴത്തേക്കും ഈ RSSകാരും CPM തമ്മിലുള്ള സംഘടനകൾ വ്യാപകമായി. പ്രത്യേകിച്ച് തലശ്ശേരി, പാനൂർ, പെരിങ്ങളം, മാഹി ആ പ്രദേശത്തൊക്കെ വെട്ടും കുത്തും നിത്യസംഭവമായി. മാർക്സിസ്റ്റുകാർ കൂടുതലുള്ള ദിനേശ് ബെഡി യൂണിറ്റുകളിലൊക്കെ RSSകാർ മിന്നലാക്രമണം നടത്തി, നാടൻ ബോംബെറിഞ്ഞ് ആ പരിഭ്രാന്തി പരത്തുകയും RSS ഈ സഖാക്കളെ വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന സംഭവം. അതിൻ്റെ പുറകെയാണ് 1979 തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർട്ടി ഗോപാലൻ മരിച്ചതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യാപിതാവായിരുന്ന MV രാജഗോപാലനായിരുന്നു. രാജഗോപാലൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ നമ്പൂരിപ്പാട് പ്രഖ്യാപിച്ചു RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന്. അതോടൊപ്പം തന്നെയാണ് കാസർഗോട്ടും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടുത്തെ സിറ്റിംഗ് MLA TI ഇബ്രാഹിമായിരുന്നു. ഇബ്രാഹിം മരിച്ചിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BM അബ്ദുറഹിമാനാണ് അഖിലേന്ത്യാ ലീഗിൻ്റെ സ്ഥാനാർത്ഥി. ഈ തലശ്ശേരിയിൽ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ മാർക്സിസ്റ്റുകാർ കാസർഗോട്ട് വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ല. കാരണം കാസർഗോട്ട് ജനസംഘം വളരെ ശക്തമാണ്, പണ്ടുതൊട്ടേ ശക്തമാണ്. അങ്ങനെ ജനസംഘക്കാരുടെ വോട്ട് ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടാണ് അവിടെ BM അബ്ദുറഹിമാൻ ജയിച്ചത്. BM അബ്ദുറഹിമാൻ കുറച്ച് ആളെ MLA ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് അങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ടായിട്ട് അഖിലേന്ത്യാ ലീഗുകാർക്കൊന്നും അത് ഹറാമായിരുന്നില്ല. ഇനി അതിലും വലിയ തമാശ വരുന്നേ ഉള്ളൂ. മാർക്സിസ്റ്റുകാരുമായിട്ട് തെറ്റി ജനതാ പാർട്ടി തന്നെ അവരുടെ മുന്നണിയിൽ നിന്ന് പോയി. 1979 CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭ ഉണ്ടായപ്പോൾ അതിനെ പിന്തുണച്ചതിൽ ജനതാ പാർട്ടിയും ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തുള്ള ജനസംഘക്കാരും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ RSSകാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് CH മുഹമ്മദ് കോയ കേരളത്തിൽ മുഖ്യമന്ത്രിയായത് എന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 1980 ജനുവരിയിൽ മുമ്പിലും പുറകിലുമായിട്ട് ആദ്യം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പുറകെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത്. ലോക്സഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് മുന്നണി, ഇപ്പോഴത്തെ UDFൻ്റെ തുടക്കം അവിടെ നിന്നാണ്. UDF സ്ഥാനാർത്ഥി കാസർഗോട്ട് മത്സരിച്ചത് O രാജഗോപാലൻ, സാക്ഷാൽ ജനതാ പാർട്ടി നേതാവും ജനസംഘ നേതാവും ഇപ്പോൾ മുതിർന്ന BJP നേതാവായിരിക്കുന്ന O രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോട്ടാണ്. അദ്ദേഹം തോറ്റുപോയി. നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളിൽ 3 പേര് ഇതുപോലെ RSS പശ്ചാത്തലമുള്ളവരായിരുന്നു. ഒരാൾ മാരാർ തന്നെയാണ്. മാരാർ മത്സരിച്ചത് പെരിങ്ങളത്താണ്. മറ്റൊരാൾ PR നമ്പ്യാർ, ഹൈക്കോടതിയിൽ വക്കീലായിരുന്നു. അദ്ദേഹം മത്സരിച്ച് ഒറ്റപ്പാലത്താണ്. അദ്ദേഹം മത്സരിച്ച് തോറ്റത് നമ്മുടെ കബീർ മാസ്റ്ററോട് ഒറ്റപ്പാലത്ത്. മൂന്നാമത്തത് എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമായിരുന്ന വടക്കേക്കരയിലാണ്. വടക്കേക്കരയിൽ PN സുകുമാരൻ നായരാണ് മത്സരിച്ചത്. ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സുകാരുടെ പിന്തുണയോട്ട് ലീഗുകാരുടെ പിന്തുണയോട്ട് മത്സരിച്ചത് PN സുകുമാരൻ നായരാണ്. അദ്ദേഹത്തെ എതിർത്തതും തോൽപ്പിച്ചതും CPM നേതാവ് TK അബ്ദു തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ആ തെരഞ്ഞെടുപ്പിലുണ്ടായ ചരിത്രം. അതിനുശേഷമാണ് ജനസംഘക്കാർ ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വരുന്നത്. 1980 ഏപ്രിൽ മാസത്തിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കും. ഇനി ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ആദ്യത്തെ ബലപരീക്ഷണം എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയാണ്. നിലമ്പൂരിൽ C ഹരിദാസ് രാജിവെച്ചാണ് തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആര്യടം മുഹമ്മദാണ്. ഐക്യമുന്നണി സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, നമ്മുടെ വോട്ട് മാർക്സിസ്റ്റ് വിരുദ്ധ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെയുള്ള അധികം ആൾക്കാരൊന്നുമില്ല, നിലമ്പൂരിൽ അന്ന് പ്രത്യേകിച്ചുമില്ല. ആളുകൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളിക്ക് തന്നെ ഇത് ഓർമ്മയുണ്ടാവും എന്നെനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. 82 തെരഞ്ഞെടുപ്പിലാണ് BJP വ്യാപകമായി മത്സരിക്കുന്നത്. അപ്പോൾ പോലും 140 മണ്ഡലത്തിലൊന്നും അവർക്ക് സ്ഥാനാർത്ഥിയില്ല. മാത്രവുമല്ല NDPയുടെയും SRPയുടെയും സ്ഥാനാർത്ഥികൾക്കെതിരെ BJP സ്ഥാനാർത്ഥികൾ നിർത്തുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. NDP SRP, NDP നായർ സമുദായത്തിൻ്റെ, SRP ഇടവ സമുദായത്തിൻ്റെ പാർട്ടികളായിരുന്നു. ഇത് രണ്ടും UDFിലായിരുന്നു. ഈ സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. പിന്നെ മറ്റ് ചില സീറ്റുകളിലും അവർക്ക് ശക്തി തീരെ കുറവായിരുന്ന സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. നിർത്താത്ത എല്ലാ സ്ഥലത്തും വോട്ട് കോൺഗ്രസ്സിനാണ് അല്ലെങ്കിൽ UDFിനാണ് ചെയ്തത്, മാർക്സിസ്റ്റുകാർക്കല്ല. കാരണം മാർക്സിസ്റ്റുകാരുടെ അത്ര മോശപ്പെട്ട റിലേഷനായിരുന്നു. പിന്നെ 91 നമുക്കറിയാവുന്ന പോലെ കോലീബി സഖ്യം ഉണ്ടാവും. കോലീബി സഖ്യം 91 നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല ശരിക്കും ഉണ്ടായത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമല്ല. തുടക്കം കുറിക്കുന്നത് 1988 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലാണ്. 88 ജനുവരി എന്നാണ് എൻ്റെ ഓർമ്മ. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്ത് ചെങ്ങമനാട് പഞ്ചായത്തിലടക്കം കോലീബി സഖ്യം ഉണ്ടായിരുന്നു.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കിഴക്കേ ദേശത്തുള്ള ഒരു മതിൽ, അത് ചെങ്ങമനാട് പഞ്ചായത്ത് 2ാം വാർഡാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്ത് ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് BJP പിന്തുണയുള്ള ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കുഞ്ഞു മൊയ്തീൻകുട്ടിക്ക് ഇന്ന അടയാളത്തിൽ വോട്ട് ചെയ്യുക. ലീഗുകാരനാണ് പുള്ളി, സ്വതന്ത്രമായിട്ട് മത്സരിക്കും. കോൺഗ്രസ് ലീഗ് BJP സഖ്യം. ആ തെരഞ്ഞെടുപ്പിലാണ് ചെങ്ങമനാട് പഞ്ചായത്തിൽ ആദ്യമായിട്ട് താമര വിരിച്ചത്. ആ ചെങ്ങമനാട് ക്ഷേത്ര വാർഡ് എന്ന് പറഞ്ഞാൽ അമ്പലനടക്കുള്ള വാർഡിൽ രവി എന്ന് പറഞ്ഞൊരു BJP-കാരൻ ജയിച്ചു. പിന്നെ സ്ഥിരമായിട്ട് അവിടെ നിന്നും മറ്റ് പല സ്ഥലത്തുനിന്നൊക്കെ ജയിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഒരു BJP-കാരൻ ചെങ്ങമനാട് പഞ്ചായത്തിലെത്തിയത് ഈ രവിയാണ്. അത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയിലാണ്. അപ്പോൾ ഇങ്ങനെ സഹകരണം ഒരുപാട് കാലം ഉണ്ടായിരുന്നു. പിന്നെ BJP-കാരുടെ വിഖ്യാതമായ വോട്ട് കച്ചവടം, അത് വേറെ. വോട്ട് കച്ചവടം മാനനീയ മൂന്നാട്ടിനും മറ്റുമൊക്കെയാണ് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറയാൻ വന്നത് 91-ലെ കോലീബി സഖ്യത്തെക്കുറിച്ചാണ്. 91-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 91 ജനുവരിയിൽ നടത്തിയ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്ടെന്ന് നിയമസഭ പിരിച്ചുവിട്ട് കാലാവധി എത്താതെ തെരഞ്ഞെടുപ്പ് നടത്തുക. ആ തെരഞ്ഞെടുപ്പിൽ LDF വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. മാർക്സിസ്റ്റുകാരും വിചാരിച്ചു, കോൺഗ്രസ്സുകാരും വിചാരിച്ചു. അപ്പോൾ ഇത്ര വലിയൊരു തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ ഇതിനെ കരകയറ്റാം എന്നാലോചിച്ച് സാക്ഷാൽ കരുണാകരൻ്റെ ബുദ്ധിയിലുണ്ടായതാണ് ഈ BJP-യുമായിട്ടുള്ള സഹകരണം. BJP-ക്ക് 1-2 സീറ്റ് കൊടുക്കാം, അവർക്കും കൂടി സമ്മതനായ സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കാം, പിന്നെ ചില സീറ്റുകളിൽ BJP-ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ ഡോക്ടർ മാധവൻകുട്ടി മത്സരിക്കുന്നത്. അങ്ങനെയാണ് വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് മത്സരിക്കുന്നത്. രത്നസിംഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. എന്നാലും BJP-യുടെ കൂടി ഒരു പൊതുസമ്മതൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഫീൽഡ് ചെയ്തത്. പിന്നെ ഉദുമ മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ വോട്ട് KG മാരാർക്ക് മറിച്ചു കൊടുക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതൊന്നും നടപ്പായില്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ, രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചതുകൊണ്ട് UDF-ന് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ RSS-കാരുടെ വോട്ടില്ലാതെയും BJP-കാരുടെ വോട്ടില്ലാതെയും ജയിക്കാം എന്ന ഒരു വിശ്വാസം അവരുടെ ഉണ്ടായി. അങ്ങനെ ഈ കോലീബി സഖ്യം ഭിന്നിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടായി. ഇനി ഒരു ഉദാഹരണം പറയേണ്ട അവസാനിപ്പോയി, ഇപ്പോൾ തന്നെ ഒരുപാട് നീണ്ടുപോയി. എൻ്റെ വീട്ടിലിരിക്കുന്ന മണ്ഡലം വടക്കേക്കരയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വടക്കേക്കരയിൽ നമ്മുടെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായിരിക്കുന്ന P. രാജീവ് മത്സരിക്കും 2001-ലെ തെരഞ്ഞെടുപ്പ്. അവിടെ കോൺഗ്രസിൻ്റെ കേൾപ്പോരും കേൾവിയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് MA ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരനെ ജയിപ്പിക്കേണ്ടത് കരുണാകരൻ്റെ അഭിമാന പ്രശ്നമാണ്. കാരണം ഇടിപിടിച്ച് മരിച്ച സീറ്റാണ്. സോണിയാഗാന്ധി ഒപ്പിട്ട സ്ഥാനാർത്ഥി പട്ടിക വെട്ടിത്തിരുത്തിയാണ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കരുണാകരൻ സാറ് സ്ഥലത്തുള്ള RSS-കാരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ വോട്ട് പർച്ചേസ് ചെയ്തു. അങ്ങനെ MA ചന്ദ്രശേഖരൻ ജയിച്ചു. BJP-യുടെ വോട്ട് തീരെ താഴേക്ക് പോയി. അന്ന് കാലത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന BJP പ്രവർത്തകരൊക്കെ കുളിച്ച് നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് പോയിട്ട് കൈപ്പത്തി കൂട്ടി. അങ്ങനെയാണ് MA ചന്ദ്രശേഖരൻ ജയിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം MLA ആയത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്താ വെച്ചാൽ, കാലാകാലങ്ങളിൽ എല്ലാ പാർട്ടികളും വെച്ചാൽ മിക്കവാറും എല്ലാ പാർട്ടികളും ഈ RSS-ഉമായിട്ട് ജനസംഘമായിട്ടൊക്കെ കൂട്ടുകൂടിയിട്ടുണ്ട്. അവരുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആ വോട്ട് മേടിച്ച പല യോഗ്യന്മാരും MLA-മാരും MP-മാരുമായിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി RSS-ഉമായിട്ട് കേരളത്തിൽ മുന്നണി ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചാൽ 2 പാർട്ടികളുടെ എനിക്ക് എടുത്തു പറയാൻ പറ്റും. ഒന്ന് CPI ആണ്, മറ്റത് RSP ആണ്. കാരണം 1977-ൽ CPI-യും RSP-യും കോൺഗ്രസിൻ്റെ മുന്നണിയിലാണ്. അപ്പോൾ ആ സഖ്യത്തിൽ അവർ പെട്ടില്ല. 1980 ആയപ്പോഴത്തേക്കും ഇവർ മാർക്സിസ്റ്റ് മുന്നണിയിലായി. അതുകൊണ്ട് കോൺഗ്രസും ലീഗും ഉൾപ്പെട്ട മുന്നണിയിലും അവരുണ്ടായിരുന്നില്ല. അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ് എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാ പാർട്ടികളും കാലാകാലങ്ങളിൽ RSS-ഉമായിട്ടും ജനസംഘമായിട്ടും RSS ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായിട്ടും ജനതാ പാർട്ടി അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയായിട്ടും ആ ബാന്ധവത്തിൽ ഏർപ്പെട്ടവർ തന്നെയാണ്. കോൺഗ്രസ്സുകാരും അതെ, ലീഗുകാരും അതെ, അതുപോലെ മാർക്സിസ്റ്റുകാരും അതെ. ഇത്രേ ഉള്ളൂ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.